ഹായ്, അപ്പോൾ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദോശക്കുള്ള മാവൊക്കെ റെഡി ആയിക്കണം. പിന്നെ ഇന്നലെ ചീര ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിരുന്നു ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ടൊക്കെയാണ്. പിന്നെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടാൻ നിൽക്കണം. അപ്പോൾ ഒരു മുറിയാണ് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ബാക്കി ഒരു മുറി കൊണ്ട് ചട്ടിനി ഉണ്ടാക്കണം. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ചീരക്ക് നമ്മൾ ചമ്മന്തി ഒതുക്കിയിടുമല്ലോ, അങ്ങനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. അപ്പം ചമ്മന്തി അതിലേക്കുള്ള ചമ്മന്തിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര വാടിയതിന് ശേഷം പിന്നെ ചമ്മന്തിയൊക്കെ കൈ കൊട്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ആ ജാറിക്ക് തന്നെ ഞാൻ കറിക്കുള്ള തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. അപ്പോൾ അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ല എരിവുള്ള മുളകും പൊടിയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ഇട്ട് കൊടുത്തോളൂ. പിന്നെ പച്ചമുളകൊക്കെ ഇടുന്നതല്ല. അപ്പോൾ കറിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറി കലക്കിയതിന് ശേഷം ഞാൻ കറിയും പിന്നെ ചോറിനുള്ള വെള്ളം കൂടെ 2ഉം കൂടെ ഒപ്പമുണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കൽ. അപ്പോൾ അങ്ങനെ 2 ഒപ്പം വെക്കുമ്പോഴല്ലേ ഇപ്പം വേഗം 7:30 ആകുമ്പോഴത്തേന് ചോറും കൂട്ടാനല്ലേ ഇതാവും വേണം. അപ്പോൾ ചോറൊക്കെ വെന്ത് വേവണ അരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ആവുമല്ലോ. അപ്പോൾ മീനൊക്കെ CD മുള്ളനാണ് കേട്ടോ. ഞങ്ങളവിടെ CD മുള്ളൻ എന്നാണ് ഇതിന് പറയില്ല. അപ്പോൾ മീനും ചോറിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീരുപ്പേരിയും കറിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തേക്കണ്. അപ്പോൾ ജസ്ലി മോളും മിച്ചും എന്നൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ മദ്രസ ഇല്ല കേട്ടോ ജസ്ലി മോൾക്ക്. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് പൂട്ടിയതാണ്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്ലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഒരു കോരി ചോറ് ഉണ്ടാവുള്ളൂ. മീനും അച്ചാറും ഉപ്പേരിയും ഒക്കെ അതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോറ് ഞാനാക്കി കൊടുത്താലും അതിൽ നിന്ന് ഇങ്ങോട്ടേനെ ഒരു കോരി ഇങ്ങോട്ടന്നെ ഇടും. അപ്പോൾ പിന്നെ അവളെ പാകത്തിനാക്കലുണ്ടാവും. പിന്നെ മിച്ചുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഞാൻ ഇന്നലെ തിന്നുകാണ്ട് ബാക്കി അവൾ എടുത്ത് വെച്ചതായിരുന്നു. പൊട്ടാറ്റോ ബിസ്ക്കറ്റ് ഇത് നാളെ സ്നാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അവൾക്കുള്ള പ്ലേറ്റും പിന്നെ വെള്ളം കുപ്പിയും സ്നാക്സൊക്കെ ഞാനിതാ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിറ്റൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ തുറന്നാൽ പുതുക്കത്തിൽ 1-2 മാസം കിറ്റൊക്കെ കൊണ്ടുപോയി. പിന്നെ എനിക്ക് കിറ്റ് വേണ്ട, എൻ്റെ ബാഗിൽ തന്നെ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കിറ്റൊക്കെ അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ ബാഗിൽ തന്നെയാണ് പ്ലേറ്റും വെള്ളം കുപ്പിയും സ്നാക്സ് പാത്രമൊക്കെ വെക്കലിട്ടാം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ബാക്കി ഇങ്ങനെ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അവൾ പറയണേ ഇനി വൈകുന്നേരം തിന്നാനുള്ളതാണ്. ബിസ്ക്കറ്റിൻ്റെ ആളാണ് കേട്ടോ. എൻ്റെ മോളും മിച്ചും അവർക്ക് വെറും ബിസ്ക്കറ്റാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ്. അപ്പോൾ കോട്ടി ഉണ്ട് ഒരു കുപ്പിയിൽ നിറയെ ഇട്ടിച്ചിട്ട്. അപ്പോൾ അതായിട്ട് കളിക്കുകയാണ്. പിന്നെ ജസ്ലി മോളും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. പിന്നെ ബാക്കി എല്ലാവർക്കും ഇപ്പോൾ നനച്ചുള്ളി പണിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഓരോരോ പണികളാവില്ല. ഞങ്ങളത് നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചില്ലറ പാത്രങ്ങളും കുപ്പികളും അങ്ങനെയൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിക്കൊക്കെയുള്ള ചോറിനുള്ള അരിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചോറൊക്കെ അവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് കുളിയും ഒക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോവാണ്. കറിയുണ്ട്, പിന്നെ മാങ്ങച്ചാറും ചീരപ്പേരും പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് തിന്നപ്പോൾ തന്നെ ജനമോള് ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ചോറുന്നല കഴിഞ്ഞപ്പോഴത്തേന് എണീക്കും. ഉറക്കിനധികം കാലാവധി ഒന്നുമില്ല. 10 മിനിറ്റ് ഉറങ്ങിയെങ്കിൽ ഉറങ്ങിയിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വേഗം എണീക്കും ഞങ്ങൾ. അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറിൽ ഇങ്ങനെ കൈ കുത്തിയപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ ഇതേപോലെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് തിന്ന് അവിടെ ഇട്ടുകൊണ്ട് അത് വാങ്ങി. പിന്നെ ഞാൻ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ ആക്കി വെക്കണത്. നമ്മൾ ഓർഡർ ചെയ്ത അതേ കളറിന് ചിലത് അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ പറ്റിയിരിക്കണം കേട്ടോ. അതേ കളറായിട്ടില്ലായിരുന്നു വന്നപ്പോൾ, വേറൊരു ലൈറ്റ് കളറാണ്. അപ്പോൾ ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് കേട്ടോ എൻ്റെ പാൻറ്റ്, ഇതാണ് ടോപ്പ്, ഷാളും അപ്പോൾ ഓപ്പൺ ഇല്ലാത്ത ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും ചെറുതായിട്ടൊരു നെറിവുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇട്ട് നോക്കിയപ്പോൾ ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴത്തേന് ജനമോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ച് ജനമോൾക്ക് ഉടുപ്പും ഇതൊക്കെ ഇട്ടത് ഞാൻ ജനമോൾക്ക് അടിച്ചു കൊടുത്ത് ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം.